Good evening, all. Welcome to Chemflix. ഹായ് ഓൾ. അപ്പോൾ നമ്മൾ പാർട്ട് 3 QP ഡിസ്കഷൻ സെക്കൻഡ് ടേമിനൽ ക്ലാസ് 12 ഡിസംബർ 14 നടന്ന കെമിസ്ട്രി എക്സാമിൻ്റെ സെക്കൻഡ് ടേമിനൽ ക്ലാസ് 12 കെമിസ്ട്രി എക്സാമിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോവാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇന്ന് നമുക്ക് ഒരു കോഡിലേക്ക് പോവാം. സെയിം കോഡ് തന്നെയാണ്. വൺ ഇമ്പോർട്ടൻറ്റ് കീ ടു സക്സസ് ഈ സെൽഫ് കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ സക്സസ്സിലേക്കുള്ള ഏറ്റവും വലിയ കീ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് കീ ടു സെൽഫ് കോൺഫിഡൻസ് ഈസ് പ്രിപ്പറേഷൻ ആണ് സെൽഫ് കോൺഫിഡൻസിലേക്കുള്ള ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. നമ്മൾ കൂടുതൽ എഴുതി പഠിക്കുന്നു. മീൻസ് കെമിസ്ട്രി എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രിയുടെ കേസ് വരുമ്പോൾ നമ്മൾ മാക്സിമം എത്രമാത്രം എഴുതാവോ അത്രയും മാത്രം എഴുതി പഠിക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് ആദ്യത്തെ 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എക്സ്പ്ലെയിൻ ദ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട് ഓഫ് SN1 ആൻഡ് SN2 റിയാക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പോൾ SN1 സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ, ഈ രണ്ട് റിയാക്ഷൻസും ഇത് ഏത് ചാപ്റ്ററാണ്? ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ രണ്ട് മെക്കാനിസംസ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. SN1ഉം SN2ഉം. അതിൻ്റെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റ് ആണ് ഇവിടെ ചോദിക്കുന്നത്, ഹാലോ അരീൻസ്. അപ്പോൾ ഈ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റ് ചോദിക്കുന്നത് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസമൈസേഷൻ എവിടെയാണ് വരുന്നത്? റെസമൈസേഷൻ. പിന്നെ എവിടെയാണ് ഇൻവേർഷൻ, വാൾഡൻ ഇൻവേർഷൻ എവിടെയാണ് വരുന്നത്? ഈ രണ്ട് കേസാണ് ഇവിടെ ശരിക്കും സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. അതിനു മുമ്പ് SN1 എന്ന് പറയുന്നത് ഡബിൾ സ്റ്റെപ്ഡ് ആണ്. അവിടെ കാർബോ കാറ്റയോൺ ഫോർമേഷൻ ഉണ്ട്. SN1 എന്ന് പറയുമ്പോൾ അവിടെ കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. SN2 എന്ന് പറയുന്നതിനകത്ത് കാർബോ കാറ്റയോൺ ഒന്നും ഫോം ചെയ്യത്തില്ല. നോ ഇൻ്റർമീഡിയറ്റ്. SN1ലാണ് കാർബോ കാറ്റയോൺ ഉള്ളത്. നമുക്കറിയാം കാർബോ കാറ്റയോൺ ഉള്ളിടത്ത് റെസമൈസേഷൻ ആണ്. രണ്ട് രീതിയിൽ അറ്റാക്ക് ചെയ്യാം കേട്ടോ. C+. നമുക്കിപ്പോൾ ഒരു കാർബോ കാറ്റയോൺ വരയ്ക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടുന്ന് അറ്റാക്ക് നടത്താം, അല്ലെങ്കിൽ ഇവിടുന്ന് അറ്റാക്ക് നടത്താം. ഇതർ ഇപ്പോൾ ഒരു സൈഡിൽ നിന്നാണ് അറ്റാക്ക് കിടക്കുന്നതെങ്കിൽ നമുക്കത് ഡെക്സ്ട്രോ എന്ന് പറയാം, മറ്റിടത്തു നിന്നാണെങ്കിൽ ലീവോ എന്ന് പറയാം. ബോത്ത് ഡെക്സ്ട്രോ ആൻഡ് ലീവോ ഉണ്ടെങ്കിൽ ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് ഡെക്സ്ട്രോ ആൻഡ് ലീവോ റൊട്ടേറ്ററി ആണെങ്കിൽ നമുക്ക് റെസമൈസേഷൻ എന്ന് പറയാം. അപ്പോൾ റെസമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് വരുന്നത് SN1 മെക്കാനിസത്തിലാണ്. കാർബോ കാറ്റയോൺ എവിടെയാണോ അവിടെയാണ് റെസമൈസേഷൻ എന്ന് പറയുന്നത്. SN2 എന്ന് പറയുന്ന സിംഗിൾ സ്റ്റെപ്ഡ് മെക്കാനിസം ആയതുകൊണ്ട് തന്നെ അവിടെ അംബ്രല്ല ഇൻവേർഷൻ അല്ലെങ്കിൽ വാൾഡൻ ഇൻവേർഷൻ. പഠിച്ചതാണ്. അംബ്രല്ല ഇൻവേർഷൻ അല്ലെങ്കിൽ വാൾഡൻ ഇൻവേർഷൻ കാണാൻ പറ്റും. ഉത്തരം നോക്കാം. വ്യക്തമായ ഉത്തരത്തിലേക്ക് നോക്കാം. ഇൻ ദി കേസ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൽക്കൈൽ ഹാലൈഡ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൽക്കൈൽ ഹാലൈഡ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സ്റ്റീരിയോ കെമിസ്ട്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൽക്കൈൽ ഹാലൈഡ്സ് SN2 റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഈ പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ദിസ് ഈസ് ബിക്കോസ് ഹിയർ ദ ന്യൂക്ലിയോഫൈൽ അറ്റാക്സ് ഓൺ ദി സൈഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഹാലജൻ ആറ്റം. ഹാലജൻ ആറ്റം എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കും ന്യൂക്ലിയോഫിലിൻ്റെ അറ്റാക്ക് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇൻവേർഷൻ സംഭവിക്കും. കുട തിരിയുന്നത് പോലെ, പെരു കൊടുങ്കാറ്റ് സമയത്ത് കുട തിരിയുന്നത് പോലെ ഇവിടെ ഇൻവേർഷൻ നടക്കും. എക്സാമ്പിൾ ഇതാണ് തന്നിരിക്കുന്ന എക്സാമ്പിൾ. ദ റിയാക്ഷൻ ഓഫ് -2 ബ്രോമോ ഒക്ടെയ്ൻ വിത്ത് ദ ന്യൂക്ലിയോഫൈൽ OH to give പ്ലസ് ഒക്ടാൻ 2 ഓൾ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ മൈനസ് സൈൻ ആയിരുന്നു, ഇവിടെ അത് പ്ലസ് സൈൻ ആയി. അതായത് ആഫ്റ്റർ ദ റിയാക്ഷൻ എന്ത് സംഭവിച്ചു? ഇൻവേർഷൻ സംഭവിച്ചു ആഫ്റ്റർ ദ റിയാക്ഷന് ശേഷം. ഇത് നോക്കിക്കേ, ഇത് -2 ബ്രോമോ ഒക്ടൈൻ ആയിരുന്നു. കണ്ടോ? -2 ബ്രോമോ ഒക്ടൈൻ ആയിരുന്നു. ഒക്ടൈൻ എന്ന് പറയുമ്പോൾ 8 കാർബൺ ആറ്റം ഉണ്ട്, C6. പിന്നെ ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, 7. ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, 8. എന്നാ നോക്കിക്കേ, ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 6 2 8 ബ്രോമോ ഒക്ടൈൻ. അത് OH മൈനസ്, നമ്മുടെ ന്യൂക്ലിയോഫൈൽ OH മൈനസ് ആയിരുന്നു. എന്ത് സംഭവിക്കും? Br എന്ന് പറയുന്ന ലീവിംഗ് ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് OH മൈനസ് അവിടെ വന്ന് പിടിക്കും. എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇൻവേർഷൻ സംഭവിക്കുന്നത്. അതായത് ഇവിടെ മൈനസ് ആയിരുന്നത് ഇവിടെ എന്തായി? പ്ലസ് ആയി മാറി. ഇൻവേർഷൻ എവിടെയാണ്? SN2 മെക്കാനിസത്തിൽ. അങ്ങനെയാണെങ്കിൽ SN1 മെക്കാനിസത്തിൽ എന്തായിരിക്കും? ഇൻ കേസ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൽക്കൈൽ ഹാലൈഡ് SN1 റിയാക്ഷൻ ഫോളോസ് ത്രൂ റെസമൈസേഷൻ. ഈ ഒരു ടേം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. റെസമൈസേഷൻ. ഹിയർ ദ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ഫോം ദീസ് sp2 ഹൈബ്രിഡൈസ്ഡ്. നമുക്കറിയാം sp2 ഹൈബ്രിഡൈസ്ഡ് എന്ന് പറയുമ്പോൾ ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ് ആണ്. കണ്ടോ? ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ് അല്ല. sp2 ഹൈബ്രിഡൈസ്ഡ് വരുമ്പോൾ ഇങ്ങനെ വരും.
അപ്പോൾ ഇവിടെ hence it is planar, അതുകൊണ്ട് തന്നെ അത് planar ആണ്. So the attack of nucleophile can take place from either side of the resulting. ഇപ്പൊ ഈ planar പറയുമ്പോൾ ഇതിപ്പോ ഒരു പ്ലെയിൻ ഒരു പേപ്പർ ആണെന്ന് വിചാരിച്ചാൽ അതിന്റെ താഴെ കൂടെയോ അറ്റാക്ക് നടക്കും, അതിന്റെ ആ പേപ്പറിന്റെ മുകളിൽ നിന്നും കൂടി അറ്റാക്ക് നടക്കും. അപ്പൊ രണ്ട് രീതിയിലും അറ്റാക്ക് നടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ടിങ് ഇൻ എ മിക്സ്ചർ ഓഫ് പ്രോഡക്ട്സ് വിത്ത് ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ. ഒരു മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് ആണ് അവിടെ കിട്ടുന്നത്. ദാറ്റ് മീൻസ് റസമിക് മിക്സ്ചർ. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഏത് ടേം കൊണ്ട് പറയാം, റസമൈസേഷൻ എന്നുകൊണ്ടത് പറയാം. എക്സാമ്പിൾ, റിയാക്ഷൻ ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് 2-bromobutane വിത്ത് OH മൈനസ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് +or-2 butanol. അതായത് റസമിക് മിക്സ്ചർ ഇവിടെ ഫോം ചെയ്യുന്നത് കണ്ട. ആദ്യം ഇവിടെ നമ്മുടെ കാർബോകാറ്റയോൺ ഫോം ചെയ്തു, അതായത് Br- എന്ന് പറയുന്ന ആൾ ലീവ് ചെയ്തു. ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ, ഈ ഒരു ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് Br- ലീവ് ചെയ്തപ്പോൾ ഒരു കാർബോകാറ്റയോൺ ഇവിടെ ഫോം ചെയ്തു, കണ്ടോ, പ്ലസ് സൈൻ. അതിനുശേഷം ആ കാർബോകാറ്റയോണിലേക്ക് നമ്മുടെ കാർബോകാറ്റയോൺ OH- ഈ സൈഡിൽ നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്ത -2 ബ്യൂട്ടനോളും റൈറ്റ് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്ത +2 ബ്യൂട്ടനോളും കിട്ടും. അപ്പൊ നമ്മളുടെ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് പ്ലസും കിട്ടും മൈനസും കിട്ടും, +2 ബ്യൂട്ടനോളും കിട്ടും -2 ബ്യൂട്ടനോളും കിട്ടും. ദാറ്റ് മീൻസ് മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് ആണ് റിസൾട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട് പറയുമ്പോൾ SN1 റിയാക്ഷനിൽ റസമൈസേഷൻ, SN1 റസമൈസേഷൻ, അതുപോലെ തന്നെ SN2 എന്താണ്, ഇൻവേർഷൻ. ഏത് ഇൻവേർഷൻ, വാൾട്ടൺ ഇൻവേർഷൻ. SN2 ഇൻവേർഷൻ. അപ്പൊ ഇത് ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്കാണ് കേട്ടോ, ഇൻവേർഷൻ. അടുത്ത ക്വസ്റ്റ്യൻ സെറ്റിലേക്ക് പോവാം. 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ് ആർ ഹയർ ദാൻ ദാറ്റ് ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഈതേഴ്സ്. അപ്പൊ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ROH, ഈതർ എന്ന് പറയുമ്പോൾ ROR- with the same number of carbon atom, explain. അപ്പോൾ ഒരേ കാർബൺ ആറ്റം ഉള്ള, ഒരേ നമ്പർ ഓഫ് കാർബൺ ആറ്റം സെയിം ആയിരിക്കും, പക്ഷെ ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് കൂടുതൽ കമ്പയർഡ് ടു ഈതർ. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1, 1 മാർക്കാണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് ഫിനോൾ ടു പിക്രിക് ആസിഡ്, ഗിവ് റിയാക്ഷൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അടുത്തത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന്റെ. എക്സ്പ്ലെയിൻ ദ കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ. ഏത് ടെസ്റ്റാ, ലൂക്കാസ് ടെസ്റ്റ്. ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ലൂക്കാസ് ടെസ്റ്റേ ഉള്ളൂ. അടുത്തത് 24, എക്സ്പ്ലെയിൻ കെനിസാരോ റിയാക്ഷൻ ആൻഡ് ആൽഡോൾ കണ്ടൻസേഷനോ. കെനിസാരോ റിയാക്ഷൻ ആൻഡ് ആൽഡോൾ കണ്ടൻസേഷൻ എന്താ, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കേസും ആൽഫ ഹൈഡ്രജൻ ഉള്ള കേസും. ഡൈല്യൂട്ട് ആൽക്കലിയും കോൺസെൻട്രേറ്റഡ് ആൽക്കലിയും. ഡൈല്യൂട്ട് ആൽക്കലി എവിടെയാണ് വരുന്നത്, ആൽഡോളിൽ. കോൺസെൻട്രേറ്റഡ് ആൽക്കഹോൾ എവിടെ, കോൺസെൻട്രേറ്റഡ് ആൽക്കലി എവിടെയാണ് വരുന്നത്, കെനിസാരോ. സിയിൽ തന്നെ ഉണ്ട് കോൺസെൻട്രേറ്റ്. അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എബൌട്ട് റിയാക്ഷൻ. രണ്ട് എക്സാമ്പിൾസ് ഡിഫറൻസ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആൽക്കഹോളിന് ഹയർ ബോയിലിംഗ് പോയിന്റ് ആണ് ദാൻ ഈതർ. കാരണം എന്താണ്, ഇൻ ആൽക്കഹോൾസ് ദർ ഈസ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ആൽക്കഹോൾസിൽ ആരുണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇതാ നോക്കിക്കേ, ഇത് ഉണ്ടോ, ഈ ഓക്സിജന് അടുത്ത ഹൈഡ്രജനുമായിട്ട് ഒരു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, വിച്ച് ഈസ് ആബ്സെന്റ് ഇൻ ഈതേഴ്സ്. അത് ഈതറിലില്ല, കാരണം ROR- ആണ്. ഇവിടെ ഈ ഓക്സിജന് വേറൊരു ഹൈഡ്രജൻ ആറ്റം ഇല്ല, കാരണം ഓക്സിജൻ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നത് ഹൈഡ്രജനും ഹൈഡ്രജൻ ആറ്റവും പിന്നെ ഫ്ലൂറിൻ, ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രോജൻ ആറ്റം, ഈ നൈട്രോജൻ ആറ്റവും തമ്മിലാണ് ഉള്ള ഒരു ഷോർട്ട് ഒരു ടൈപ്പ് ഓഫ് ബോൺസ് ആണ് ഹൈഡ്രോജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈഥറിന്റെ കേസിൽ ഇവിടെ ഹൈഡ്രോജൻ ആറ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഈഥറിന്റെ കേസിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ അല്ല. സോ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് ആൽക്കഹോളിലാണ്. സോ ഇറ്റ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ ഈതേഴ്സ് ഓഫ് കമ്പാരബിൾ മോളർ മാസ്. സിമ്പിൾ, 1 ബോണ്ട്, 1 മാർക്ക്. ഉത്തരം എന്തുവാ, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇനി ബി പാർട്ട് ആണെങ്കിൽ, ബി ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിൽ, ഹൗ വിൽ യു പ്രിപ്പയർ പിക്രിക് ആസിഡ് ഫ്രം ഫിനോൾ. ഇപ്പൊ ഫിനോൾ എടുക്കുക, കോൺസെൻട്രേറ്റഡ് HNO3, നൈട്രിക് ആസിഡ് ഒഴിക്കുക, അതിന്റെ 2ാമത്തെ പൊസിഷനിലും 3, 4ാമത്തെ പൊസിഷനിലും 5, 6ാമത്തെ പൊസിഷനിലും NO2 ഗ്രൂപ്പ്സ് വന്ന് അറ്റാച്ച് ചെയ്യും, 2,4,6 ട്രൈനൈട്രോഫിനോൾ. അതാണ് പിക്രിക് ആസിഡ് എന്ന് പറയുന്നത്, 1 മാർക്കാണ്. ഇനി അതിന്റെ ഈ എക്സ്പ്ലനേഷന് 1 മാർക്ക് പറയുന്നുണ്ട്. ബൈ ദ നൈട്രേഷൻ ഓഫ് ഫിനോൾ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ടു ഗീവ് 2,4,6 ട്രൈനൈട്രോഫിനോൾ ഓർ പിക്രിക് ആസിഡ്. ഇത് ഇക്വേഷൻ എഴുതിയാൽ മതി, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ്.
അപ്പോൾ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ലൂക്കാസ് ടെസ്റ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൂക്കാസ് ടെസ്റ്റ്. അപ്പോൾ ലൂക്കാസ് ടെസ്റ്റിൽ ഏതൊക്കെയാണ്? ലൂക്കാസ് റിയേജന്റ് എന്താണെന്ന് ആദ്യം നോക്കണം. കോൺസെൻട്രേറ്റഡ് HCl-ഉം കോൺസെൻട്രേറ്റഡ് HCl പ്ലസ് അൺഹൈഡ്രസ്, ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത സിങ്ക് ക്ലോറൈഡുമാണ് നമ്മൾ അതിന് യൂസ് ചെയ്യേണ്ടത്. ഇനി ഈ ലൂക്കാസ് റിയേജന്റുമായിട്ട് പ്രൈമറി ആൽക്കഹോൾ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കഹോൾ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ടെർഷ്യറി ആൽക്കഹോൾ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇനി ടെർഷ്യറി വന്ന R', ഇതും OH പോകുന്നു. ഓക്കെ, സെക്കൻഡറി വന്നാൽ എന്ത് ചെയ്യും, ടെർഷ്യറി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടെർഷ്യറി ആൽക്കഹോൾസ് ആണ് ഇറ്റ് വിൽ ഗീവ് ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി. ഒഴിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ വന്നു കഴിഞ്ഞാൽ ടെർബിഡിറ്റി മീൻസ് ഒരു തരം എന്താ, ടർബിഡ് ആവുക മീൻസ് എന്താ, റൈറ്റ്, ഒരു വൈറ്റ് കളറിലെ ഒരു പ്രസിപ്പിറ്റേറ്റ് പോലെയല്ല, ഒരു സംതിങ് വൈറ്റ് കളർ, ഒരു ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ഉണ്ടായ ടെർഷ്യറി. സെക്കൻഡറി ആൽക്കഹോൾ ആണ് 5 minutes. പ്രൈമറി ആൽക്കഹോൾ വിൽ നോട്ട് ഗീവ് ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ, ദേ ഗീവ് ടർബിഡിറ്റി ഓൺലി ഓൺ ഹീറ്റിംഗ്. ഹീറ്റിംഗിൽ മാത്രം ടർബിഡിറ്റി തരുന്നത് പ്രൈമറി, ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി തരുന്നത് ടെർഷ്യറി. ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി എന്ന് പറയുമ്പോൾ ടെർഷ്യറി, ടി ആയിട്ട് ലിങ്ക് ചെയ്ത് വെച്ച് പഠിക്കുക. ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി ടെർഷ്യറി, ടി, ടെർഷ്യറിയുടെ ടി, ടെർബിഡിറ്റിയുടെ ടി. ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി ടെർഷ്യറി. ഹീറ്റ് ചെയ്യുമ്പോൾ മാത്രം ടെർബിഡിറ്റി തരുന്നത് പ്രൈമറി. സെക്കൻഡറി ആൽക്കഹോൾസ് 5 minutes കൊണ്ട് ടെർബിഡിറ്റി തരും. ഓക്കെ, അപ്പോൾ ടി എന്നുള്ള ലിങ്ക് വെച്ച് പഠിക്കണം. അപ്പം ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി ടെർഷ്യറി. ലൂക്കാസ് റിയേജന്റ് എന്താണെന്ന് പഠിക്കണം. കോൺസെൻട്രേറ്റഡ് HCl അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡുമായിട്ടുള്ള ഒരു മിക്സറാണ് ലൂക്കാസ് റിയേജന്റ്. ആ റിയേജന്റ് യൂസ് ചെയ്ത് ആൽക്കഹോൾ ടെസ്റ്റ് നടത്തുന്നതാണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 24ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 24ാമത്തെ ചോദ്യം, ഗിവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കന്നിസാരോ റിയാക്ഷൻ ആൻഡ് ആൽഡോൾ കണ്ടൻസേഷൻ. അതിന്റെ പാർട്ട് വോട്ട് ഈസ് കന്നിസാരോ റിയാക്ഷൻ, വോട്ട് ഈസ് ആൽഡോൾ കണ്ടൻസേഷൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സിലേക്ക് പോവാം. കന്നിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ പ്രസൻസിലാണ് നടക്കുന്നത്. കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ പ്രസൻസിൽ, രണ്ടും സി ലിങ്ക് ചെയ്ത് പഠിക്കണം. കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ പ്രസൻസിലാണ് കന്നിസാരോ റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ ആൽഡിഹൈഡ്സ് പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്യണം. ആൽഡിഹൈഡ് മാത്രം കന്നിസാരോ റിയാക്ഷൻ തരത്തുള്ളൂ. ആൽഡിഹൈഡ്സ് ഹാവിംഗ് നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത കന്നിസാരോ നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇവിടെ നമ്മുടെ കന്നിസാരോയിൽ കുറേ എന്നുകൾ ഉണ്ടല്ലോ. അപ്പോൾ നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം, ആ എന്നിൽ ഒരാൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോ എന്നാണ്. അപ്പോൾ കന്നിസാരോ നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം. when treated with a concentrated alkali undergo disproportionation, അതായത് ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം തന്നെ നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ടു ഫോം 1 molecule ഓഫ് ദ ആൽക്കഹോൾ. ഒരു മോളിക്യൂൾ ആൽക്കഹോളും കിട്ടും, ഒരു മോളിക്യൂൾ കാർബോക്സിലിക് ആസിഡും കിട്ടുന്ന റിയാക്ഷനാണ് കന്നിസാരോ റിയാക്ഷൻ. നോക്കൂ, ഇവിടെ 2HCHO, ഇവിടെ CHO ആണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബൺ ആറ്റം ഇല്ല, അതുകൊണ്ട് തന്നെ ആൽഫ കാർബൺ ആറ്റം ഇല്ല. നോക്കൂ, ഇവിടെ HCHO എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കതിനെ ആൽഫ കാർബൺ എന്ന് വിളിക്കാമായിരുന്നു. ഈ കേസിൽ ആൽഫ കാർബൺ ഇല്ല. ഇവിടെ നോക്കിക്കേ. അതേസമയം CH3CHO ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? CHO. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരാ? ഈ കാർബണാറ്റം ഒരാളുണ്ട്. അപ്പോൾ ഇവിടെ ആൽഫ കാർബണാറ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കേസിൽ ആൽഫ കാർബണാറ്റം ഇല്ലാത്ത കേസാണ്. അപ്പോൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ നടന്ന ഒരു മെഥനോളും ഒരു പൊട്ടാസ്യം ഫെർമേറ്റും തരുന്നു. ഇതാണ് കന്നിസാരോ റിയാക്ഷൻ. പക്ഷേ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവിംഗ് at least 1 alpha hydrogen atom when heated with a dilute alkali we get alpha beta unsaturated aldehyde or ketone. അതിനു മുമ്പ് നമുക്ക് ആൽഡോൾ കിട്ടും. ആൽഡോൾ which undergo further dehydration to form ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. അപ്പോൾ ആ ഒരു നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ വ്യക്തമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ഒറ്റ സെന്റൻസിൽ ഇങ്ങനെ എഴുതുക. ഓക്കെ, 2 മാർക്ക്. ഇനി അടുത്തത് കന്നിസാരോ റിയാക്ഷനും ആൽഡോൾ കണ്ടൻസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരിടത്ത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. എവിടെ? കന്നിസാരോയിൽ. ആൽഡോളിൽ എന്തുണ്ട്? ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇനി രണ്ടാമത്തത്, ഒരിടത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി. എവിടെ? കന്നിസാരോയിൽ. CC.
മറ്റേടത്ത് ഡൈലൂട്ട് ആൽക്കലി. എവിടെ? ആൽഡോൾ കണ്ടൻസേഷനിൽ. ഇനി മൂന്നാമതൊരെണ്ണം കൂടെ വേണമെങ്കിൽ ഒരിടത്ത് ആൽഡിഹൈഡ് മാത്രമേ ഉള്ളൂ, അതെവിടെ? കെന്നിസാരോ. മറ്റേടത്ത് ആൽഡിഹൈഡും കീറ്റോണും ഉണ്ട്, അതെവിടെ? ആൽഡോൾ കണ്ടൻസേഷൻ. ഇനി ഒരെണ്ണം കൂടെ പറയാനാണെങ്കിൽ നാലാമത്തെ പോയിന്റ് നോക്കുകയെ, ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. ഏതാ? കെന്നിസാരോ. കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. ഏതാ? ആൽഡോൾ കണ്ടൻസേഷൻ. പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ, കണ്ടൻസേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. വിച്ച് among the following is a stronger acid? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 25ാമത്തെ എ പാർട്ട്. വിച്ച് among the following is a stronger acid? CH2Cl COOH ആൻഡ് CH3COOH. എത്തനോയിക് ആസിഡ് ആണോ അതോ ക്ലോറോ എത്തനോയിക് ആസിഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ എബോ. അതിന് കാരണം എന്താണെന്ന് കൂടി പറയണം. ഹൗ വിൽ യു കൺവേർട്ട് CH3COOH ടു CH2Cl COOH? എങ്ങനെയാണ് ഈ കൺവേർഷൻ നടക്കുന്നത്? അതിന് 3 മാർക്കാണ്. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ എ ബി ആൻഡ് സി. ആദ്യത്തെ ക്വസ്റ്റ്യൻ, CH3COCl പ്ലസ് H2 ഗീവ്സ്. എന്റെ പ്രസൻസിലാണ് ഗീവ് ചെയ്യുന്നത്, അപ്പൊ എ എന്താണെന്ന് കണ്ടുപിടിക്കുക. CH3CHO പ്ലസ് HCl. രണ്ടാമത്തേത് ടൊളുവീൻ. CrO2Cl2 ആയിട്ട് ഈസിയാണ്, എന്താണ് കിട്ടുന്നത്. അടുത്തത് മൂന്നാമത്തെ പ്രൈമറി ആൽക്കഹോൾ ആണ് തന്നിരിക്കുന്നത്, എഥനോള്. PCC പിരിഡീനിയം ക്ലോറോക്രോമേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ്. അതിൽ ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കതിൻ്റെ വ്യക്തമായ ആൻസേഴ്സിലേക്ക് പോവാം. ആദ്യത്തത്, വിച്ച് among the following is a stronger acid? ഏതായിരിക്കും ഇതിനകത്ത് സ്ട്രോങ്ങർ ആസിഡ്? ഒന്ന് എത്തനോയിക് ആസിഡ്, നമുക്കറിയാം വീക്ക് ആസിഡ് ആണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും സ്ട്രോങ്ങർ ആസിഡ്, CH2Cl COH. നമുക്കൊരു ഗസ് അടിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ റീസൺ കൂടി കാണിക്കണം. നമുക്ക് നോക്കാം. ഉത്തരം CH2Cl COOH തന്നെയാണ്. ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓഫ് ക്ലോറിൻ. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓഫ് ക്ലോറിൻ. ക്ലോറിൻ്റെ ആ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ്, -I എഫക്റ്റ് മൂലമാണ് ഈ CH2Cl COOH സ്ട്രോങ്ങർ ആയത്. ഇവിടെ കാർബോക്സിലേറ്റ് അയോൺ ഫോംഡ് ഫ്രം ക്ലോറോ അസെറ്റിക് ആസിഡ് ഈസ് മോർ സ്റ്റെബിലൈസ്ഡ്. ഇവിടെ നിന്ന് ഈ കാർബോക്സിലേറ്റ് അയോൺ ഫോം ചെയ്യുന്നത് മോർ സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നത് ക്ലോറോ അസെറ്റിക് ആസിഡിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്, റാദർ ദാൻ എഥനോയിക് ആസിഡ്. സോ ദ റിലീസ് ഓഫ് H+ ബിക്കംസ് ഈസിയർ. H+ അയോണിന്റെ റിലീസ് ഈസി ആയിട്ട് നടക്കുന്നത് CH2Cl COH. നോക്ക് മക്കളെ, CH2Cl നമുക്ക് എങ്ങനെ എഴുതാം? CH2Cl COOH എന്ന് എഴുതാം. ഇവിടെ ആസിഡ് എന്ന് പറയാൻ ഈ H+നെ ഈസിലി ലിബറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെ ആസിഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഗണത്തിലേക്ക് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ Cl എന്ന് പറയുന്നത് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിലെല്ലാം ഇങ്ങോട്ട് വലിക്കും. ഓക്കെ, ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് -I എഫക്റ്റ് ഇവിടെ ഉണ്ടാവും, -I എഫക്റ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഇവിടെ നമുക്ക് COOHനെ കുറച്ചും കൂടി വ്യക്തമായ രീതിയിൽ വരയ്ക്കാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു മിനിറ്റ്. C double bond OH. അപ്പൊ ഈ ഡബിൾ ബോണ്ട് OH എന്ന് പറയുന്നത് നമുക്കറിയാം അത് റെസൊണൻസിന് വിധേയമാണ്. അപ്പോൾ either ഈ ഓക്സിജൻ അല്ലെങ്കിൽ ഈ ഓക്സിജനിലേക്ക് പോകും. അപ്പോൾ ഈ ഹൈഡ്രജനെ വിട്ടുകൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. ഇവിടെ ഹൈഡ്രജൻ H+ അയോൺ കിട്ടും. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ചാർജ് കിട്ടി, H+ അയോൺ കിട്ടിക്കഴിയുമ്പം ദിസ് വൺ ഈസ് മോർ സ്റ്റേബിൾ. ഈ കാർബോക്സിലേറ്റ് അയോൺ കൂടുതൽ സ്റ്റേബിൾ, പെട്ടെന്ന് H+നെ വിട്ടുകൊടുക്കും. കാരണം ഇവിടേക്ക് ഓൾറെഡി നെഗറ്റീവ് ചാർജിനെ വലിക്കുന്നുണ്ട്. ഇനി CH3COO- ആണെങ്കിൽ, C ഡബിൾ ബോണ്ട് O- ആണെങ്കിൽ ഇവിടെ ആ ഒരു -I എഫക്റ്റ് പോസിബിൾ അല്ല. ഒരു -I എഫക്റ്റ് ഇവിടെ പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ദിസ് വൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദിസ് വൺ. ഓക്കെ, ദിസ് വൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ദിസ് വൺ. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡ്യൂ ടു ദി -I എഫക്റ്റ് ഓഫ് ക്ലോറിൻ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് OH ബോണ്ട് ഇൻ COH ഗ്രൂപ്പ് ഡിക്രീസസ്. ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി, ഈ OH ബോണ്ടിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും, H+നെ ഈസിലി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡ്യൂ ടു ദ +I എഫക്റ്റ് ഓഫ് CH3 ഗ്രൂപ്പ്. ഈ CH3 ഗ്രൂപ്പിനാണെങ്കിൽ +I എഫക്റ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? due to the +I effect of CH3 group in acetic acid, the electron density of OH bond increase ചെയ്യും. അതുകൊണ്ട് ആ ബോണ്ട് ബ്രേക്കിംഗ് നടക്കുകയില്ല. hence it does not readily lose H+ ion. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഡ്യൂ ടു ദി ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ് ഫോംഡ് ഫ്രം ക്ലോറോസിറ്റിക് ആസിഡ്. വേണ്ട, ഈ ഫിഗർ വരച്ചിട്ട് ഡ്യൂ ടു ദ -I എഫക്റ്റ് ഓഫ് ക്ലോറിനോ അല്ലെങ്കിൽ +I എഫക്റ്റ് ഓഫ് CH3 ഗ്രൂപ്പ് ഇൻ അസെറ്റിക് ആസിഡ് എന്നോ എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ വിൽ യു പ്രിപ്പയർ ദിസ് വൺ? ഏതാ? CH2Cl COOH ഫ്രം
അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിൽ നിന്ന് ക്ലോറോ അസറ്റിക് ആസിഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ കാർബോക്സിലിക് ആസിഡിൽ പഠിച്ചിട്ടുള്ളതാണ് HVZ റിയാക്ഷൻ, ഹെൽ-വോൾഹാഡ്-ചെലിൻസ്കി റിയാക്ഷൻ. അവിടെ എന്താ അഡീഷൻ ഓഫ് ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ഹാലോജനേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷന് പറയുന്ന പേരാണ് HVZ റിയാക്ഷൻ. ബൈ ട്രീറ്റിംഗ് ക്ലോറിൻ ആൻഡ് റെഡ് ഫോസ്ഫറസ് നമുക്ക് ഇത് കിട്ടും, HVZ റിയാക്ഷൻ. ബൈ HVZ റിയാക്ഷൻ എഴുതിയാലും മതി, 1 മാർക്ക്. അടുത്തത് 26ാമത്തെ ചോദ്യം. 26ാമത്തെ ചോദ്യം സംഗതി സിമ്പിൾ ആയിരുന്നു, പക്ഷെ ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരാം. 26ാമത്തെ ചോദ്യം ഇതാ, ഇവിടെ നമുക്ക് CH3COCl+H2. അപ്പോൾ ഇവിടെ എന്താണ്, H2 ആഡ് ചെയ്യുമ്പോൾ ഇതൊരു ടൈപ്പിലുള്ള റിഡക്ഷൻ ആണ്. ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് റിഡക്ഷൻ. ഇനി ഈ റിഡക്ഷന് എന്താ കിട്ടുന്നത്, ആൽഡിഹൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആൽഡിഹൈഡ് കിട്ടും കാർബോക്സിലിക് ആസിഡിലാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ റിഡക്ഷൻ അവിടെ പഠിച്ച ഒരേ ഒരു നെയിംഡ് റിയാക്ഷൻ റോസൻമൺസ് റിഡക്ഷൻ ആണ്. സോ ഇത് റോസൻമൺസ് റിഡക്ഷൻ ആണ്, റോസൻമൺസ് റിഡക്ഷൻ. അതിൻ്റെ റിയേജന്റ് എന്തായിരുന്നു, റോസൻമൺസ് റിഡക്ഷൻ്റെ റിയേജന്റ് ലിൻലാർ കാറ്റലിസ്റ്റ് ആയിരുന്നു, പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ്. ബേരിയം സൾഫേറ്റിനകത്ത്, ബേരിയം സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്ന പലേഡിയം മെറ്റലാണ് അവിടുത്തെ ലിൻലാർസ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ലിൻലാർസ് കാറ്റലിസ്റ്റ്, ലിൻലാർസ് കാറ്റലിസ്റ്റ്, ലിൻലാർസ് കാറ്റലിസ്റ്റ്. അപ്പോൾ എന്ന് പറയുന്ന അവിടുത്തെ ലിൻലാർസ് കാറ്റലിസ്റ്റ് ആണ്, പലേഡിയം ബാർ BaSO4. ഇനി ഇവിടെ നോക്ക്, സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ഓഫ് അരോമാറ്റിക് റിംഗ്. എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? അതും ഫോർമേഷൻ ഓഫ് ആൽഡിഹൈഡിലാണ് പഠിക്കുന്നത്. ഇവിടുത്തെ ബി എന്താണ്? ഒന്നുമില്ല, ബി എന്ന് പറയുന്നത് ഇവിടെ ഒരു CHO ഫോർമൈലേഷൻ ആണ് നടക്കുന്നത്. ഫോർമൈലേഷൻ. ഈ റിയാക്ഷൻ എട്ടാർട്സ് റിയാക്ഷൻ ആണ്. എട്ടാർട്സ് റിയാക്ഷന്റെ റിയേജന്റ് ആണ് CrO2Cl2. ഇനി മൂന്നാമത്തത് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് എന്ന് പറയുന്ന ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നമുക്കറിയാം ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ, മൈൽഡ് ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടും. ആൽഡിഹൈഡിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ എന്ത് കിട്ടും, CH3CHO കിട്ടും. അതായത് ആൽഡിഹൈഡ് കിട്ടും. സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഇവിടെ രണ്ട് കാർബൺ ആറ്റേ ഉള്ളൂ, ഇവിടെയും 2 കാർബൺ ആറ്റം ഉണ്ട്. സോ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ആൻസേഴ്സ് നമുക്ക് ഒന്നുകൂടെ നോക്കിയേക്കാം. ഇതാണ് ആൻസേഴ്സ് വരുന്നത്. A is PD and BaSO4. B is benzaldehyde or benzene carbaldehyde. സംഗതി സെയിം ആണ്, ബെൻസാൽഡിഹൈഡ്. C is acetaldehyde or ethanol. 2 കാർബൺ ആറ്റം ഉള്ളത് എഥനാൽ. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്കാണ്, 3 മാർക്ക്. നെയിംഡ് റിയാക്ഷൻസിൽ നിന്ന് മക്കളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അപ്പോൾ നെയിംഡ് റിയാക്ഷൻസ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ, അത് മാക്സിമം വർക്കൗട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 27. Why do gases always tend to be less soluble in liquid as the temperature increases? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസസിന് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കുറയുന്നു. കാരണം എന്തായിരിക്കും കാരണം? സിമ്പിൾ ആണ്. The value of Anhoff factor for aqueous KCl is nearly 2. KCl വെള്ളത്തിൽ ലയിപ്പിച്ചേക്കുന്ന aqueous KClന്റെ I വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. And the value of I for CH3COOH acetic acidന്റേത് 0.5 ആണ്. Give reason. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചറൽ ഐസോമറിസം ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അടുത്തത് 29ാമത്തെ ചോദ്യം, വിച്ച് among the following will react faster with aqueous KOH? aqueous KOHുമായിട്ട് ഏതായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഫാസ്റ്റർ റിയാക്ഷൻ ഏതായിരിക്കും? ഗീവ് റീസൺ. റൈറ്റ് എനി 2 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസിൻ. അത് ഹാലോ ആൽക്കൻ ആൻഡ് ഹാലോ അരീനകത്ത് നമ്മളൊരു കോഡൊക്കെ വെച്ച് പഠിച്ചായിരുന്നു. ഏതായിരുന്നു? ക്ലോറിനേഷന് C, നൈട്രേഷന് N, സൾഫോണേഷന് S, ആൽക്കൈലേഷൻ ALK, എസൈലേഷൻ SAI, പീരിയഡ് ഓഫ് എസൈലേഷൻ. അങ്ങനെ 5 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു. CNS ആൽക്കസൈ. അപ്പോൾ അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി, 2 മാർക്ക്. ഓക്കെ, അപ്പോൾ ആൻസറിലേക്ക് പോവാം, വ്യക്തമായ ആൻസറിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു ഗ്യാസസ് ഓൾവേസ് ടെൻസ് ടു be less soluble when temperature increases? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് in liquid, വെള്ളത്തിലുള്ള ഗ്യാസിന്റെ ലയനം can be considered similar to condensation. Condensation equal ആണ്, which is exothermic. അത് exothermic. That means temperature already exo ആണ്, അതായത് ടെമ്പറേച്ചർ അവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഹെൻസ് അവിടെ ടെമ്പറേച്ചർ ഓൾറെഡി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എൻട്രോപ്പി എന്തായിരിക്കും? കൂടുമായിരിക്കും. എൻട്രോപ്പി കൂടുക മീൻസ് solubility decreases with increase of temperature. Same, dissolution of gas in liquid can be considered similar to condensation, which is exothermic, hence solubility decreases. നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ എന്താ?
കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടൻസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ലിക്വിഡ് പാർട്ടിക്കിൾസിനെ സോളിഡ് പാർട്ടിക്കിൾസ് ആയിട്ട് കണ്ടൻസ് ചെയ്യാൻ പോകും. ഓക്കെ, സോളിഡ് ആയിട്ട് കണ്ടൻസ്, നമുക്കിപ്പോൾ വാട്ടറിനെ ഐസ് ആക്കാൻ പോകും, കണ്ടൻസേഷൻ. ഓക്കെ, അപ്പോൾ കണ്ടൻസേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള, അതായത് ആറ്റംസ് തമ്മിലുള്ള അകലം കുറയ്ക്കുകയാണ്. ഇവിടെ കണ്ടോ, കുറച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടൻസേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റിലീസ് ചെയ്യും. ടെമ്പറേച്ചർ റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ കണ്ടൻസ് ചെയ്ത് അതിനെ ആ ഒരു കറക്റ്റ് പൊസിഷനിലേക്ക് നിർത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് KCl ഡിസോസിയേറ്റ്, അക്വസ് KClന്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് 2ഉം അതേസമയം അസറ്റിക് ആസിഡിന്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് 0.5ഉമാണ്. കാരണം എന്താണെന്നായിരുന്നു? This is because KCl dissociates in aqueous solution and for K plus ion and Cl minus ion. അതായത് മക്കളെ അക്വസ് KCl നമ്മൾ വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ K പ്ലസ് അയോണും Cl മൈനസ് അയോണുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. സോ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഗെറ്റ് ഓൾമോസ്റ്റ് ഡബിൾഡ്. അപ്പോൾ ഇവിടെ ഒരു മോളായിരുന്നു ഇവിടെ എങ്കിൽ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 1 മോള് K പ്ലസും 1 മോള് Cl മൈനസും കിട്ടി. അതായത് 2 മോള് കിട്ടി. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡബിൾ ചെയ്തു. ആൻഡ് ഹെൻസ് ദി വാൻ ഹോ ഫാക്ടർ I ഈസ് നിയർലി 2. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാൻ ഹോ ഫാക്ടർ എന്തായി? ഐ വാല്യൂ എന്ന് പറയുന്നത് 2i, I ഈക്വൽ ടു 2. അതേസമയം അസറ്റിക് ആസിഡ് ആണെങ്കിൽ ബെൻസീനിൽ ഡൈമറൈസ് ചെയ്യും. അതായത് അസറ്റിക് ആസിഡ് ബെൻസീനിൽ ഡൈമറൈസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ CH3CO മൈനസും പിന്നെ ഒരു CH3CO മൈനസ് ഉണ്ടല്ലോ, CH3COO മൈനസും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവരങ്ങോട്ട് ഡൈമറൈസ് ചെയ്യും. അത് രണ്ടും കൂടി ഒന്നാവും ബെൻസീനിൽ. സോ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഹാഫ് ആവും. ഇപ്പോൾ ഇവിടെ 1 മോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല വേണ്ട 2 മോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? അവസാനം 1 മോളായിട്ട് മാറും. അതായത് 1 മോൾ എടുത്താൽ അതിൻ്റെ എന്താവും മാറും? 0.5. 1 മോൾ ആവുമ്പോൾ എന്താവും? അപ്പോൾ ഇവിടെ 0.5 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നിയർലി ഹാഫ് ആൻഡ് ഐ വാല്യൂ ഇസ് റെഡ്യൂസ്ഡ് ടു 0.5. അവിടുത്തെ ഐ വാല്യൂ എന്താ? 0.5 ആവും. ഓക്കെ, 2 കേസ് കിട്ടിയോ? അസറ്റിക് ആസിഡ് ഡൈമറൈസസ് ഇൻ അപ്രോട്ടിക് സോൾവെന്റ്. അതായത് അപ്രോട്ടിക് സോൾവെന്റ്സിൽ അസറ്റിക് ആസിഡ് ഡൈമറൈസ് ചെയ്യും. നോട്ട് ഇൻ പ്രോട്ടിക് സോൾവെന്റ്സ് ലൈക്ക് വാട്ടറിലല്ല പറയുന്നത്, ബെൻസീൻ. അപ്രോട്ടിക് സോൾവെന്റ്സിൽ ആണെങ്കിൽ സോൾവെന്റ് ഈസ് നോട്ട് മെൻഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ, സോൾവെന്റ് ക്വസ്റ്റ്യന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ. ബെൻസീനിലാണെങ്കിൽ അസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. ഓക്കെ, ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്യുക. രണ്ടിൻ്റെയും ഇത് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? 27th ക്വസ്റ്റ്യൻ. ഇനി 28th ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവിടെ നമുക്ക് എന്തിൻ്റെ ആയിരുന്നു? കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐസോമെറിസം എന്താണെന്നും സ്ട്രക്ചറൽ ഐസോമെറിസത്തിനെ കുറിച്ചിട്ടായിരുന്നു ചോദിച്ചേക്കുന്നത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം 4 ഐസോമേഴ്സ് ഉണ്ട്. അയണൈസേഷൻ ഐസോമെറിസം, ലിങ്കേജ് ഐസോമെറിസം, കോർഡിനേഷൻ ഐസോമെറിസം, സോൾവൈറ്റ് ഐസോമെറിസം. അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾ എഴുതുക അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക. നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. എന്തോ അയണൈസേഷൻ ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണൈസ് ചെയ്യുമ്പോൾ സെയിം മോളിക്കുലർ ഫോമുലയാണ്. കണ്ടോ, സെയിം മോളിക്കുലർ ഫോമുല CONH35SO4Br. ഒരു Br ഉണ്ട്, ഒരു SO4 യൂണിറ്റ് ഉണ്ട്, 5 NH3 യൂണിറ്റ് ഉണ്ട്, CO ഉണ്ട്. പക്ഷേ ഇത് വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ Br മൈനസും ഈ ഒരു കോംപ്ലക്സ് പ്ലസ് ആയിട്ട് മാറും. അതേസമയം ഇവിടെയാണെങ്കിലോ SO4 2 മൈനസും ഈ ഒരു കോംപ്ലക്സ് 2 പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ അയോണൈസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, സെയിം മോളിക്കുലർ ഫോമുല, ഇന്റർചേഞ്ച് ഓഫ് അയോൺസ് ബിറ്റ്വീൻ ദി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ കോർഡിനേഷൻ സ്പിയർ, അയനൈസേഷൻ ഐസോമെറിസം. അടുത്തത് ലിങ്കേജ് ഐസോമെറിസം. ലിങ്കേജിലുള്ള ഐസോമെറിസം, ആംബിഡെന്റഡ് ലിഗാൻഡ് ആയിട്ടുള്ള NO2ONO, അവിടെ ലിങ്കേജിലുള്ള വ്യത്യാസം അല്ലേ? അല്ലെങ്കിൽ SCN-CNS, അവിടെ ലിങ്കേജിലുള്ള വ്യത്യാസം. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ലിങ്കേജ് ഐസോമെറിസം. കോർഡിനേറ്റ് ഐസോമെറിസം എന്ന് വെച്ചാൽ കോർഡിനേഷനിലുള്ള, ഇവിടെ കോർഡിനേറ്റ് 6 അമീൻ ലിഗാൻഡ് കൊബാൾട്ടുമായിട്ടാണ് ലിങ്ക് ചെയ്തേക്കുന്നത്. ഇവിടെ 6 സൈനോ ഗ്രൂപ്പ് ക്രോമിയവുമായിട്ടാണ് ലിങ്ക് ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, 6 അമീൻ കൊബാൾട്ടിന് പകരം ക്രോമിയവുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നു. 6 സൈനോ ഗ്രൂപ്പ് ക്രോമിയത്തിന് പകരം കൊബാൾട്ടുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന ഐസോമെറിസമാണ് കോർഡിനേഷൻ ഐസോമെറിസം. അതായത് ലിഗാൻസ്, ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻസ് ബിറ്റ്വീൻ കാറ്റയോണിക് ആൻഡ് ആനയോണിക് പാർട്സ് ഓഫ് ദി കോംപ്ലക്സ്. ഇനി അടുത്ത നോക്കിയാൽ സോൾവൈറ്റ് ഐസോമെറിസം. എത്ര മോളിക്യൂൾ വെള്ളം, വാട്ടർ മോളിക്യൂൾ എത്ര എണ്ണം തരുമെന്നുള്ളത്. സോൾവൈറ്റ് ഐസോമേഴ്സ് ഡിഫറെന്റ് നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് വിച്ച് ആർ ഡയറക്ട്ലി ബോണ്ടഡ് ടു ദി മെറ്റൽ അയോൺസ് ആസ് ലിഗാൻഡ്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഡയറക്ട്ലി ബോണ്ടഡ് ടു ദി മെറ്റൽ അയോൺ,
ഇതുണ്ട് ഇവിടെ 6H2O മോളിക്യൂൾസ്, അക്വ മോളിക്യൂൾസ് ക്രോമിയോ ആയിട്ട് ഡയറക്റ്റ് ലിങ്കിങ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരെണ്ണം ഇത് സെക്കൻഡറി പ്രൈമറി വാലൻസി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 28ാമത്തെ അയണൈസേഷൻ ഐസോമർസും 4 മാർക്ക്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയേക്കാം. വിച്ച് among the following will react faster with the aqueous KOH? ഏതായിരിക്കും? CH3Br ആണോ CH3I ആണോ? Give reason. Write any two electrophilic substitution reaction of chlorobenzene. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ CH3Br ആണോ CH3I ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരം CH3I ആ. നമുക്കറിയാം മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്. സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും? റിയാക്ടിവിറ്റി കൂടും. ഓക്കെ, അപ്പോൾ CH3I ആണ് ഉത്തരം. അതിൻ്റെ റീസൺ നോക്കാം. ആസ് ദി സൈസ് ഓഫ് ദി ഹാലജൻ ഇൻക്രീസസ്, കണ്ടോ മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ് BR. ഹാലജൻ നോക്കിക്കേ, ഫ്ലൂറിൻ കഴിഞ്ഞാൽ ക്ലോറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. അപ്പോൾ താഴത്തേക്ക് പോകുന്നതോറും സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസ് ചെയ്യും. ബ്രോമിൻ കഴിഞ്ഞിട്ടാണ് അയഡിൻ വരുന്നത്. അപ്പോൾ സൈസ് ഓഫ് ദി ഹാലജൻ ഇൻക്രീസസ്, ദ കാർബൺ ഹാലജൻ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്. കാർബണും ഹാലജനും തമ്മിലുള്ള ആ ഒരു ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറയും. അതുകൊണ്ട് റിയാക്ടിവിറ്റി കൂടും. ഒന്നാമത്തെ പോയിന്റ് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റർ ആറ്റമിക് സൈസ് ഓഫ് അയഡിൻ, അയഡിന്റെ ഗ്രേറ്റർ ആറ്റോമിക് സൈസ് ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ബി റിലീസ്ഡ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈലിന്റെ പ്രസൻസിൽ അത് ഫാസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ എഴുതാം അയഡിൻ ഇസ് എ ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ് കമ്പയർഡ് ടു ബ്രോമിൻ. അയഡിൻ ഒരു ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ് ആണ് കമ്പയർഡ് ടു ബ്രോമിൻ ഡ്യൂ ടു ഇറ്റ്സ് ലാർജ് സൈസ് എന്ന് എഴുതാം. ഇനി അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനകത്ത് CNS ആൽക്ക് അസ് എന്ന് പറഞ്ഞ 5 എണ്ണം പഠിച്ചിട്ടുണ്ട്. ആൽക്ക് അസ് എന്ന് പറഞ്ഞ അസൈ എന്ന് പറയുന്നത് 5 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ക്ലോറിനേഷൻ, ഹാലജനേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം ക്ലോറോബെൻസീൻ എടുക്കുക. ക്ലോറോബെൻസീനെ ഹാലജനേഷൻ നടത്തുക, അതായത് വീണ്ടും ക്ലോറിൻ അഡീഷൻ നടത്തി അൺഹൈഡ്രസ് FeCl3ന്റെ പ്രസൻസിൽ ക്ലോറിനേഷൻ നടത്തിയാൽ പാരാ പ്രോഡക്റ്റും ഓർത്തോ പ്രോഡക്റ്റും കിട്ടും. അതിനകത്ത് പാരാ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മേജർ പ്രോഡക്റ്റ് ആയിരിക്കും, ഓർത്തോ പ്രോഡക്റ്റ് മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും. ഇനി നൈട്രേഷൻ ആണെങ്കിലോ നൈട്രേറ്റ് മിക്സ്ചർ യൂസ് ചെയ്യണം. നൈട്രേറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് കോൺസെൻട്രേറ്റഡ് HNO3. ഇലക്ട്രോഫൈൽ ഏതായിരിക്കും? NO2+ ആണ് ഇലക്ട്രോഫൈൽ. ആ NO2+ ഓർത്തോ പൊസിഷനിലോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലോ അറ്റാച്ച് ചെയ്യും. പാരാ പൊസിഷനിലാണ് മേജർ പ്രോഡക്റ്റ് വരുന്നത്. ഇനി അതുപോലെ തന്നെ സൾഫോണേഷൻ ആണെങ്കിലോ, സൾഫോണേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും എന്ത് കിട്ടും? ഓർത്തോ പ്രോഡക്റ്റും കിട്ടും. ഓർത്തോ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് പൊസിഷൻ. പാരാ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 4th പൊസിഷൻ. മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാരാ പൊസിഷൻ ആയിരിക്കും. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്താ? SO3H ആയിരിക്കും ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. ഇനി ഫ്രീഡർ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്താ? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ആൽക്കൈലേഷൻ നടത്തി RCl. അപ്പോൾ ഈ CH3 ഗ്രൂപ്പ് വന്നിട്ട് ഓർത്തോ പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരാ പ്രൊഡക്റ്റ് ഉണ്ടാവാം. മേജർ പ്രൊഡക്റ്റ് പാരയാണ്. ഫ്രീഡർ ക്രാഫ്റ്റ് അസൈലേഷൻ ആണെങ്കിലോ, അസൈലേഷൻ ആണെങ്കിൽ എന്താ? CH3COCl. കണ്ടോ? അസൈൽ ഗ്രൂപ്പ്, RCOCl ഗ്രൂപ്പ്, അസൈൽ ഗ്രൂപ്പ്. ആ RCOCl ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ RCO ഗ്രൂപ്പ് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് പൊസിഷനിലോ അല്ലെങ്കിൽ 4th പൊസിഷനിലോ അറ്റാച്ച് ചെയ്യുന്നു. 4th പൊസിഷനിൽ അറ്റാച്ച് ചെയ്തായിരിക്കും മേജർ പ്രൊഡക്റ്റ്. ഏതെങ്കിലും 2 എണ്ണം എഴുതണം. എക്സ്പ്ലനേഷൻ ഓർ ഇക്വേഷൻ ഓഫ് എനി 2 റിയാക്ഷൻസ് റിക്വയർഡ്. അതിനാണ് 2 മാർക്ക് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 31 ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ 30ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പവർ ആൽക്കഹോൾ? ഒന്ന് പറയട്ടെ. പവർ ആൽക്കഹോളിനെ കുറിച്ച് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. അവിടെ അബ്സല്യൂട്ട് ആൽക്കഹോൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും തമ്മിലുള്ള ഒരു മിക്സ്ചറാണ്. 20:80 എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അടുത്തത്, വൈ ഫിനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ? ആൽക്കഹോൾ എന്ന് പറയുന്നത് ROH, ഫിനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ OH. ഈ ഫിനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ കാരണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത, ഐഡന്റിഫൈ A ആൻഡ് B. ഈ ഉത്തരം Aയും Bയും കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ റിയാക്ടന്റ് മീത്തോക്സി ബെൻസീനും ഹൈഡ്രോജൻ അയഡൈഡുമാണ്. Aയും Bയും എന്താണെന്ന് കണ്ടുപിടിക്കാം. എളുപ്പമാണ്. ഓക്കെ, ഫിനോൾ ഉണ്ടാവും എന്താണേലും ഇവിടെ, കാരണം നമ്മൾ ആൽക്കഹോൾ ഫിനോൾ ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഫിനോൾ എന്താണേലും ഉണ്ടാവും. ബാക്കിയുള്ളതിനെ കമ്പൈൻ ചെയ്ത് B എഴുതിയാൽ മതി. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് എഥനോയിക് ആസിഡ് ടു എഥനോൾ? നമ്മൾ എങ്ങനൊരു കൺവേർഷൻ കിട്ടിയാലും ആദ്യം അതിൻ്റെ കെമിക്കൽ ഫോമിൽ എഴുതി നോക്കണം. എഥനോയിക് ആസിഡ് ഇതാണ്. എഥനോൾ എന്ന് പറയുമ്പോൾ CH3CH2OH.
നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ് ഇങ്ങനെ നെയിം വെച്ച് കാണിച്ചേക്കുന്നത്. ടൊളുവീൻ എന്തുവാ, ഇതാണ് സംഭവം. ടൊളുവീൻ ബെൻസീൻ റിങ്ങിൽ ഒരു CH3 ഗ്രൂപ്പ് വരുന്നത്, അതിനെ എന്താക്കി മാറ്റണം, ബെൻസോയിക് ആസിഡ്. ബെൻസീൻ റിങ്ങിൽ അതേ പൊസിഷനെ തന്നെ COH ഗ്രൂപ്പാക്കി മാറ്റണം, ബെൻസോയിക് ആസിഡ്. CH3MgX2 CH3COH CH3CN2 CH3CHO. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. What is power alcohol? Power alcohol എന്ന് പറയുന്നത് is a mixture of petrol, ethanol and a small amount of benzene. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ when ethanol is mixed with petrol and used to generate power in automobiles, it is called power alcohol. ethanol പെട്രോളുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ഓട്ടോമൊബൈൽസിൽ പവർ ജനറേറ്റ് പവർ ഇൻ ഓട്ടോമൊബൈൽസ്, അതിനാണ് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് അബ്സല്യൂട്ട് ആൽക്കഹോൾ, അതായത് 100% ഇതിനുള്ളതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ, ആൻഡ് പെട്രോൾ ഇൻ ദ റേഷ്യോ 20:80, അതാണ് പവർ ആൽക്കഹോൾ. ഇത് അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ NCERT ടെക്സ്റ്റ് ബുക്ക്. ഇനി അടുത്തത്, അസിഡിറ്റി കൂടുതലുള്ളത് ആൽക്കഹോളിനാണോ ഫിനോളിനാണോ? The greater acidity of phenol compared to alcohol is due to the following reason. അപ്പോൾ greater acidity ആർക്കാണ്? ഫിനോളിനാണ്. കാരണം എന്താ? greater S character and electronegativity of sp2 hybridized carbon in phenol. ഫിനോളില് sp2 hybridized carbon ആണ്. നോക്കിക്കേ മക്കളെ, sp2 എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റത്തിനെ നമ്മൾ sp2, നമ്മൾ ഫിനോളിനകത്ത് ഒരു അരോമാറ്റിക് റിംഗിൽ OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആറ്റം, ഏത് കാർബൺ ആറ്റം? ഈ കാർബൺ ആറ്റം, ഈ ഒരു കാർബൺ ആറ്റം എന്തുമായിട്ട് ഡബിൾ ബോണ്ട് ആണ് ലിങ്ക് ചെയ്തേക്കുന്നത്, വിച്ച് മീൻസ് ഈ കാർബൺ ആറ്റം ഏത് ഹൈബ്രിഡൈസ്ഡ് ആണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസ്ഡിനകത്ത് ഒരു S പാർട്ടും 2 P പാർട്ടും ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം 33% S ക്യാരക്ടറും 66% P ക്യാരക്ടറുമായിട്ടുള്ളത്. അതായത് S ക്യാരക്ടർ കൂടുതലാണ് കമ്പയർഡ് ടു sp3. sp3യിൽ 25% S ക്യാരക്ടറും 75% P ക്യാരക്ടറുമാണ്. അപ്പോൾ 25% കമ്പയർ ചെയ്യുമ്പം S ക്യാരക്ടർ എവിടെ കൂടുതൽ? sp2ൽ. അപ്പോൾ sp3നെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ sp2-നാണ്. സോറി, ഇത് തിരിച്ച് വരയ്ക്കണേ, സോറി, sp2-നാണ്. അതിനേക്കാട്ടിലും കൂടുതൽ sp-ക്കാണ്. ആസ് ദി S ക്യാരക്ടർ ഇൻക്രീസസ്, S ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പോൾ ഇവിടെ sp3നെ കമ്പയർ ചെയ്യുമ്പം ആൽക്കഹോളിലാണെങ്കിൽ ROH ഇവിടെ സിംഗിൾ ബോണ്ട് ആണ്. അപ്പോൾ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp3 ഹൈബ്രിഡൈസേഷനെക്കാളും ഇലക്ട്രോനെഗറ്റിവ് കൂടുതൽ sp2-നാണ്. അതുകൊണ്ട് അസിഡിറ്റി കൂടുതൽ ആർക്കാണ്? ഫിനോളിനാണ്. അല്ലെങ്കിൽ the alkoxide ion formed by the ionization of alcohol is not resonance stabilized. രണ്ടാമത് ഒരു പോയിന്റും കൂടെ ഉണ്ട്. ഇവിടെ എന്ത് പോസിബിൾ ആണ്? റെസൊണൻസ് പോസിബിൾ ആണ്. പക്ഷേ മറ്റേ കേസിലോ, ROHന്റെ കേസിലോ റെസൊണൻസ് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോം ചെയ്യുന്ന ഫീനോക്സൈഡ് അയൺ സ്റ്റേബിൾ ആണ്, പക്ഷേ ഇവിടുത്തെ ആൽക്കോക്സൈഡ് അയൺ സ്റ്റേബിൾ അല്ല. കേട്ടോ, അതാണ് 2 റീസൺസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇവിടെ അനിസോൾ OCH3 മിത്തോക്സി ബെൻസീൻ എന്ന് പറഞ്ഞാൽ അനിസോൾ ആണ്. അത് HI ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിനോളും കിട്ടും. ബാക്കി എന്താണുള്ളത് അത് ചേർത്ത് എഴുതുക, മീഥൈലൈഡ്. Aയും Bയും കിട്ടി. ഓക്കെ അല്ലേ? ഇനി 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 31ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവേർഷൻ ആണ്. എഥനോയിക് ആസിഡിനെ എങ്ങനെയാണ് എഥനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, റിഡക്ഷൻ ആണ് സംഭവം. റിഡക്ഷൻ യൂസിങ് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. അത് മാത്രമല്ല, സോഡിയം ബോറോഹൈഡ്രൈഡ് യൂസ് ചെയ്യാം, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ യൂസ് ചെയ്യാം. അതുകൊണ്ട് H2-PD. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അസെറ്റിക് ആസിഡ് എടുക്കുക, അസെറ്റിക് ആസിഡിനെ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എഥനോൾ ആയിട്ട് മാറും. ഇനി കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ആണെങ്കിൽ H2-PD ഇട്ടാലും മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി ബൈ ഓക്സിഡേഷൻ വിത്ത് ക്രോമിക് ആസിഡ് ഓർ അസിഡിക് ഓർ ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് എന്ത് കിട്ടും? ടൊളുവീൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ബെൻസോയിക് ആസിഡ്. അപ്പോൾ നമുക്കറിയാം സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ നമുക്ക് KMnO4 വെച്ച് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് COK ആയിട്ട് അതിനെ പിന്നെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ ബെൻസോയിക് ആസിഡ് കിട്ടും. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX ആണ് ഈ സംഭവം. RMgX CO2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കും? ഈ R-ഉം Mg-യും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇതിനിടയ്ക്കോട്ട് COO ഗ്രൂപ്പ് വരും. ഇപ്പോൾ RCOO MgX ആവും. എന്താവും? RCOO MgX ആവും. അതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ RCOOH പ്ലസ് MgOHX ആവും ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ.
ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പഠിക്കുന്ന ട്രീറ്റിംഗ് വിത്ത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ കൺവേർഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഓർഗാനിക് കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ കൺവേർഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഒരെണ്ണം കൂടി ഉണ്ട് അവിടെ, CH3CNനെ നമുക്ക് CH3CHO ആക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആൽഡിഹൈഡ് ഫോം ചെയ്തു. CN എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈന എന്ന് പറയുന്ന ഒരു കോഡ് വെച്ച് പഠിച്ചായിരുന്നു. ചൈനയിൽ നിന്ന് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് വന്നത്. സോ ദിസ് ഇസ് സ്റ്റീഫൻസ് റിയാക്ഷൻ. അപ്പോൾ സ്റ്റീഫൻസ് റിയാക്ഷനകത്ത് റിയേജൻറ്റ് സ്റ്റീഫൻ്റെ എസും എന്നും ആണെന്ന് പറഞ്ഞു. അപ്പോൾ SnCl2 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് CH3CN. SnCl2 ബാർ HCl പ്ലസ് H3O പ്ലസ് എന്ത് കിട്ടി? CH3CHO. അല്ലെങ്കിൽ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, ഡൈബാലച്ച്, അതായത് ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരെണ്ണം കൂടി ഉണ്ട്. അവിടെ CH3CNനെ ഡൈബാലച്ച് വെച്ചിട്ട് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് ഫോം ചെയ്യും. റിയാക്ഷൻസ് അല്ലേ വീണ്ടും 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 എഴുതി പഠിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നെയിംഡ് റിയാക്ഷൻസ് എങ്ങനെ പോയാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഒരു ഓൾമോസ്റ്റ് 20 നെയിംഡ് റിയാക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്, നല്ലതുപോലെ പഠിക്കാനുള്ളത്. അപ്പോൾ ആ 20 നെയിംഡ് റിയാക്ഷൻ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. നമുക്കൊരു 20 നെയിംഡ് റിയാക്ഷൻ്റെ വെച്ചിട്ട് മാത്രമായിട്ട് കുറച്ച് ട്രിക്സ് അങ്ങോട്ട് കയറ്റിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ആൻസേഴ്സ് ഒരു 2-3-4 വട്ടം വേണ്ട, ഒരു വട്ടമെങ്കിലും എഴുതി കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു.